8, 9, 10 ക്ലാസുകളിലേക്ക് എല്ലാവരെയും ജയിപ്പിക്കുന്ന രീതിക്ക് മാറ്റം വരുന്നു. ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശ മന്ത്രിസഭായോഗം അംഗീകരിച്ചു. പി എ ഗിരീഷ് തിരുവനന്തപുരത്തുനിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഓൾ പാസ് വേണ്ട എന്ന തീരുമാനത്തിലെത്താനായി നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്? എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? വേണു, കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുവരെ സ്കൂളുകളിൽ ഓൾ പാസ് എന്ന രീതി നിലവിലുണ്ടായിരുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ഓൾ പാസ് നൽകി അടുത്ത ക്ലാസ്സുകളിലേക്ക് പ്രമോഷൻ നൽകണം എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം ഒരു രീതി സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നിരവധി ശുപാർശകൾ സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിരുന്നു. 8ാം ക്ലാസ് വരെ ഓൾ പാസ് സംവിധാനം നിലനിർത്തുകയും 8ാം ക്ലാസ് മുതൽ പരീക്ഷ വിജയിക്കണം എന്ന ഒരു നിബന്ധന കൊണ്ടുവരികയും വേണം എന്നുള്ളതാണ് നേരത്തെ തന്നെ ഉയർന്ന ഒരു ആവശ്യം. ഈ ശുപാർശ ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നു. 8ൽ നിന്നും 9ൽ നിന്നും പ്രവേശനം മറ്റ് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനത്തിന് ഇനി വാർഷിക പരീക്ഷ ജയിച്ചിരിക്കണം. സ്കൂൾ തലത്തിൽ ഇപ്പോൾ വാർഷിക പരീക്ഷ നടത്തുന്നുണ്ട്. നേരത്തെ അതിലുണ്ടായിരുന്ന മാർക്ക്, ഓരോ വിഷയത്തിനും നിശ്ചിത ശതമാനം മാർക്ക് ലഭിക്കണം എന്നുള്ളതാണ് പുതിയതായി കൊണ്ടുവരുന്ന നിബന്ധന. ഇത് വിജയിച്ചാൽ മാത്രമേ അടുത്ത ക്ലാസ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കൂ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. വേണു, ശരി. വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.